നമസ്കാരം. ടുഡേയ്സ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കടുത്ത ആശങ്കയിലാണ് വയനാട്. ഒപ്പം ഇടുക്കിയും കണ്ണൂരും ഉൾപ്പെടെ വന്യമൃഗാക്രമണം തുടർച്ചയായി നേരിടുന്ന ജില്ലകൾ. വന്യജീവി ആക്രമണങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് കരുതുന്ന ശാശ്വത പരിഹാരം ഇപ്പോഴും അകലെ തന്നെ. മെഷീനറിയും മോണിറ്ററിംഗും സുസജ്ജം, ശക്തം. പക്ഷേ പേടി കൂടാതെ നുറങ്ങാൻ കഴിയും വയനാട് ഉൾപ്പെടുന്ന വനയോര ജില്ലകൾക്ക്. യഥാർത്ഥ പ്രശ്നം എവിടെയാണ്? എങ്ങനെ ഉറപ്പാക്കും ജനങ്ങളുടെ സ്വൈര ജീവിതം? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ സി കെ ശശീന്ദ്രൻ, മുൻ MLA, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ എന്നിവർ. ഒപ്പം വയനാട്ടിൽ ഇന്ന് നടന്ന മിഷൻ ബേലൂർ മഖനിയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഇർഫാൻ ഇബ്രാഹിം സേഠ് ആദ്യം ചേരുന്നു. ഇർഫാൻ, ഇന്നും വലിയ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു അവിടെ കണ്ടത്. ഉൾക്കാട്ടിൽ ഇറങ്ങി തന്നെ വലിയ തോതിൽ ഈ ആനയെ പിടികൂടാനുള്ള ദൗത്യം 200 പേരടങ്ങുന്ന ദൗത്യസംഘം നിർവഹിച്ചു. പക്ഷേ വിഫലമായി. എന്താണ് ഇന്ന് കണ്ടത്? ദൗത്യത്തിൻ്റെ ശ്രമം മയക്കുവെടി വെക്കാനുള്ള ശ്രമം മാത്രമാണ് ഇന്ന് വിഫലമായത്. ശ്രമം ഇപ്പോഴും ദൗത്യസംഘം ഇപ്പോഴും തങ്ങളുടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള ദൗത്യം തുടരുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും മറ്റ് റവന്യൂ ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സംവിധാനങ്ങളും സുസജ്ജമായി തന്നെയാണ് ഇവിടെ ആനയെ കീഴ്പ്പെടുത്താനുള്ള ദൗത്യം തുടരുന്നത്. ഇന്ന് പ്രധാന വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് ഈ മഗ്ന എന്ന് പറയുന്ന ആനയുടെ ഒപ്പം മറ്റൊരു മോഴയാന കൂടി ഇറങ്ങിയതാണ്. ഇത് കൂടാതെ ഈ പ്രദേശത്ത് ഈ ആവാസ വ്യവസ്ഥയിൽ കഴിയുന്ന മറ്റ് കാട്ടാനകളും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് പ്രധാനമായും നേരിട്ട വെല്ലുവിളി. ഇപ്പോൾ 6:30 മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചത്. നാളെ അതിരാവിലെ 5:00 തന്നെ തുടങ്ങും, വീണ്ടും പുനരാരംഭിക്കും. ഈ ശ്രമങ്ങളെല്ലാം പുനരാരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദൗത്യസംഘം സുസജ്ജമായി തന്നെ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും സർക്കാർ സംവിധാനങ്ങളോട് അനുകൂലമായി തന്നെ അവർക്ക് സഹായകരമാവും വിധം തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളും ഇടപെടുന്നത്. ഏതായാലും നാളെ പുലർച്ചയോടുകൂടി ചതുപ്പ് പ്രദേശത്തേക്ക് മഗ്നയെ ഇറക്കിക്കൊണ്ട് മയക്കുവെടി വെക്കാൻ കഴിയും എന്ന് തന്നെയാണ് വനപാലകർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊരു വലിയ സന്നാഹമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഈ ഒരു വിഷയം കൂടി മുൻനിർത്തി അത്രയധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ള ഒരു ഘട്ടവുമുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് തന്നെയാണോ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്, ഇർഫാൻ? കവ്യ, അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഉറപ്പ് എന്നത് നമുക്ക് എത്രത്തോളം പറയാൻ കഴിയും എന്നറിയില്ല. കാരണം ഈ 4 ദിവസവും ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഒരു രീതിയിലുള്ള അലംഭാവവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള മടിയോ മറ്റ് ഉഴപ്പോ ഒരു രീതിയിലുള്ള അലംഭാവങ്ങളും ഇവരിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യമാണ്, ഈ ആന നിൽക്കുന്ന പ്രദേശത്തെ ഭൂപ്രകൃതിയും അതോടൊപ്പം തന്നെ മറ്റ് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് മയക്കുവെടി വെക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പ് എത്രത്തോളം നമുക്ക് പറയാൻ കഴിയും എന്ന് നമുക്ക് ഇതുവരെയും പ്രവചിക്കാനോ അല്ലെങ്കിൽ ഉറപ്പ് നൽകാനോ ഉദ്യോഗസ്ഥർക്കും കഴിയില്ല. ഏതായാലും ഈ ആനയെ പരമാവധി കൂടുതൽ കുങ്കിയാനകളെ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 4 കുങ്കിയാനകൾ ഇപ്പോൾ ഇവിടെ സാന്നിധ്യം അറിഞ്ഞ് ആന ഉൾക്കാട്ടിലേക്ക് കൂടുതലായി നീങ്ങുന്നതാണോ യഥാർത്ഥ പ്രശ്നം? ആ നിലയ്ക്കുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. കുങ്കിയാനയുടെ ആനച്ചൂര് അടിക്കുമ്പോൾ തന്നെ ഈ മഗ്നയും അതോടൊപ്പം തന്നെ കൂടെയുള്ള മറ്റ് ഒരു മോഴയാനയും കൂടുതൽ ഉൾവനത്തിലേക്ക് വലിയുന്നൊരു സാഹചര്യമുണ്ട്. ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ചതുപ്പിലേക്ക് തുരത്തിയ ശേഷം മയക്കുവെടി വെക്കാനാണ് ഈ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുള്ള. അത്തരം ഒരു ആക്ഷൻ പ്ലാനാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുങ്കിയാനയുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ തന്നെ കൂടുതൽ വനത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞ 3-4 അടി പൊക്കത്തിൽ ഉൾപ്പെടെ കുറ്റിക്കാടുകൾ ഉള്ള സ്ഥലത്തേക്ക് ആന ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അല്പസമയം വെള്ളം കുടിക്കാൻ മാത്രമാണ് ഒരു ചതുപ്പിനോട് ചേർന്ന ഒരു കുളത്തിലേക്ക് എത്തിയത്. എങ്കിൽ ആ സമയത്തും ഈ ഒരു ശ്രമം നടന്നിരുന്നു, മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ ആ ശ്രമം വിഫലമായി. മയക്കുവെടി വെച്ചിരുന്നു എങ്കിൽ പോലും ആനയ്ക്ക് കൊള്ളാതെ ആന കുതിരമാറുന്നൊരു സാഹചര്യമാണ് രാവിലെ 11:30 ഉണ്ടായിരുന്നത്. അതുകൂടാതെ അതിനുശേഷം 2 തവണ, അതായത് ആകെ 3 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എങ്കിൽ 3 തവണയും ആന ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആനയ്ക്ക് ഇന്ന് 4ാം ദിവസവും മയക്കുവെടി ഏറ്റിട്ടില്ല. ഇന്നലെയും ഇത്തരത്തിൽ 3 തവണ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ 1 തവണ വെടിവെച്ചിരുന്നു, എങ്കിലും ആനയ്ക്ക് അത് കൊണ്ടിരുന്നില്ല. ഈ ശ്രമം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നാളെയും
ഇത്തരത്തിൽ ഇതേ ശ്രമങ്ങൾ ഇതേ ആക്ഷൻ പ്ലാൻ തുടങ്ങും. മാത്രമല്ല കൂടുതൽ പടക്കം പൊട്ടിച്ചും കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചും ആനയെ ചതുപ്പിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഒരുപക്ഷെ നാളെ അതിരാവിലെ നടക്കുക. പ്രധാന വെല്ലുവിളിയായി നേരിടുന്നത് ഈ മഗ്നയ്ക്കൊപ്പം ഉണ്ടായിരിക്കുന്ന മറ്റൊരു മോഡയാന തന്നെയാണ്. ശരി ഇർഫാൻ, താങ്ക് യു. ഇർഫാനാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ സി കെ ശശീന്ദ്രനിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ വലിയ സന്നാഹങ്ങൾ ഒരുക്കി തന്നെ കഷ്ടപ്പെടുകയാണ് ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി. സമാനമായ നിരവധിയായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി. പക്ഷെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എങ്ങനെ പരിഹരിക്കപ്പെടാനാകും എന്നതാണ് വയനാടിനെ ഇത്രമേൽ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ ആളെ കൊല്ലിയായിട്ടുള്ള മോഴയാനയെ പിടിക്കുക എന്നല്ലാതെ മറ്റു മാർഗം നമ്മുടെ മുമ്പാകെയില്ല. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതുകൊണ്ട്, മോഴയാനയായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വൈകിട്ടാണ് കർണാടക വനവകുപ്പിൽ നിന്ന് നമുക്കതിന്റെ ഫ്രീക്വൻസി മറ്റു കാര്യങ്ങളെല്ലാം കിട്ടിയത്. അതൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ. ആളുകൾ വലിയ ആശങ്കയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ വനംവകുപ്പ് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി വലിയൊരു ടീം തന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടാനുള്ള എല്ലാ പരിശ്രമത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം അതിനോട് യോജിച്ച് ആവശ്യമായ കാര്യങ്ങൾ, ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുണ്ട്. പക്ഷെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് മയക്കുമരുന്ന് വെടിവെക്കുന്ന വിദഗ്ധ സംഘത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം നീണ്ടുപോകുന്നത്. ഈ മോഴയാന ആകട്ടെ ഇത്തരം അനുഭവങ്ങൾ നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇത്തരം സമീപനങ്ങളിലൊക്കെ ശക്തമായ രീതിയിലുള്ള അതിനെ വഴിമാറിപ്പോകുന്നൊരു നില സ്വീകരിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ വനംവകുപ്പ് ഊണുമുറക്കം ഒഴിച്ച് വലിയ രീതിയിൽ ആളുകളെ സംരക്ഷിക്കണം, ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഈ മോഴയാനയെ പിടികൂടുകയും വേണം. അതിനാവശ്യമായ നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം വൈകുന്നത് ആരുടെയെങ്കിലും ഭാഗത്തുള്ള ഉദാസീനത കൊണ്ടല്ല, അനുകൂലമായ ഒരു അന്തരീക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ്. ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഴിയണം. അതാണെങ്കിൽ കുറച്ച് ഉൾവനത്തിലുമാണ്, ഒരു സ്വതന്ത്രമായ കാടിന്റെ ഇടയിലായതുകൊണ്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വനംവകുപ്പ് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് കുറേയും കൂടി ഇന്നത്തെ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നാളെ അതിനാവശ്യമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിലാണ് വനംവകുപ്പ് മേധാവികൾ അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം മുൻനിർത്തിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതെങ്കിലും നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇടതടവില്ലാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പറഞ്ഞതുപോലെ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ എല്ലാവിധമായ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് വയനാട് ഉൾപ്പെടെ നിരവധി ജില്ലകൾക്ക് ഈ പ്രശ്നമുണ്ട്. ഇടുക്കി ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, നിരവധിയിടങ്ങളിൽ ഈ ആനയും കടുവയും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള വിഷയങ്ങളുണ്ട്. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനാണ് ഇതെല്ലാം വിഘാതമാകുന്നത്, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. പൊതുവിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തെ നമുക്ക് പൂർണ്ണമായും പിടിച്ചുകെട്ടാനാകുന്നില്ല എന്ന് പറയേണ്ടി വരും? തീർച്ചയായിട്ടും ഇപ്പോൾ താൽക്കാലികമായ ഒരു പരിഹാര മാർഗമാണ് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ള ആനയെ പിടികൂടുക എന്നുള്ളത്. അത് താൽക്കാലിക പരിഹാര മാർഗമാണ്. ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. പരമ്പരാഗത രീതി ഉപേക്ഷിക്കേണ്ടതുണ്ട്. 1972 വനംവകുപ്പ് നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. വനം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളുടെയും അവസാനം കേന്ദ്ര ഗവൺമെന്റും കൂടി അറിഞ്ഞിരിക്കണം. ചിലത് നമുക്കിവിടെ ചെയ്യാം, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള അറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് താൻ. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. വയനാടാവട്ടെ തമിഴ്നാടും കർണാടകയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ്, അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ്. വന്യമൃഗങ്ങൾക്ക് റവന്യൂ അതിർത്തിയൊന്നും ബാധകമല്ലല്ലോ. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വമേധയാ സഞ്ചരിക്കും. സഞ്ചാര പദങ്ങൾ വളരെ കൂടുതലാണ്. ആനയ്ക്കാണെങ്കിൽ അവർ 500 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു പറയുന്നുണ്ട്. കടുവയ്ക്കാണെങ്കിൽ പ്രത്യേകമായ ടെറിട്ടോറിയൽ ഏരിയ ഉണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കർണാടക, തമിഴ്നാട് ചീഫ് സെക്രട്ടറിമാരുമായി യോജിച്ച് ഒരു
കൺട്രോളിംഗ് യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. കാരണം ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ, കാരണം ഈ മോഴയാന പ്രിയപ്പെട്ട കർഷകൻ അജീഷിനെ കൊല ചെയ്യുന്നതിന് ശേഷമാണ് റേഡിയോ കോളറിന്റെ ഫ്രീക്വൻസിയും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് കൈമാറിയിരുന്നത്. അത് കുറെ കൂടി ഒരു കോർഡിനേഷൻ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് എളുപ്പത്തിലാക്കാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെന്റും ഭാഗി 2-3 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വളരെ മുതൽ തന്നെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും കേരളത്തിലെ ഗവൺമെന്റ് മുൻകൈ എടുത്ത്, മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ചേർന്നുള്ള യോഗ തീരുമാനപ്രകാരം അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എളുപ്പമാകും. വയനാട്ടിലേക്ക് കൂടുതൽ RRT ടീമിനെ അയക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു RRT ടീമാണ് വയനാട്ടിലുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള വനംവകുപ്പിലെ സേനയുടെ പ്രത്യേക പരിശീലനം നേടിയ വിഭാഗമാണ് RRT. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 2 എണ്ണം കൂടി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വയനാട്ടിലെ 3 MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രശ്നബാധിതയുള്ള ഗ്രാമപഞ്ചായത്തുകളായിട്ടുള്ള തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാനന്തവാടി നഗരസഭ ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെയല്ല ഒരു യോഗം മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശ്രീ CK ശശീന്ദ്രൻ, ദയവായി തുടരുക. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിൽ ഒരാളായ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PV ബാലകൃഷ്ണൻ, ദിവസങ്ങളായി ആശങ്കയുടെ ഒരു സാഹചര്യമാണെങ്കിൽ കൂടിയും ഇപ്പോൾ ശ്രീ CK ശശീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള കൃത്യമായ ഒരു ഏകോപന സംവിധാനം, ശാശ്വതമായ പരിഹാരം മുൻനിർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ് സർക്കാരിന്റെ ഒരു വിവിധ ഉന്നതതല യോഗങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമയത്തും ജനങ്ങൾ വലിയ ആശങ്കയിലാണെങ്കിൽ കൂടിയും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനവും ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചതിന്റെ ഒരു പ്രതീക്ഷ നൽകുന്നില്ലേ? തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസം പനിച്ചിയിൽ അനീഷ് എന്ന് പറയുന്ന ആളുടെ ദാരുണമായ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഒരു മുൾമുനയിൽ തന്നെയാണ് നിർത്തുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ RRT അംഗങ്ങളും അതുപോലെ തന്നെ വനം വകുപ്പും വളരെ കാര്യക്ഷമതയോടുകൂടിയാണ് ഈ പ്രവർത്തനത്തെ കാണുന്നത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്കറിയാം 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വലിയ പ്രവർത്തനം നമുക്ക് അതിന് നേരിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഇപ്പം ഈ കൈരളി TV കാണിച്ചിട്ടുള്ള വിഷ്വൽ കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ ആന ഈ വന്യമൃഗ സംരക്ഷണ സങ്കേതത്തിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഇപ്പം നിലകൊള്ളുന്നത്. അതായത് ബേഗൂര് ഇരുമ്പുപാലം കോളനിക്ക് പരിസരത്തായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊരു സ്ഥലത്ത് കൃത്യമായി ഇതിനെ നമുക്ക് നിർത്താൻ വേണ്ടി കഴിയുന്നില്ല. അതിനുശേഷം ഇത് വളരെ തിരക്ക് പിടിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ട് ഈ RRT അംഗങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള മയക്കുവെടി വെക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ കാട്ടിന്റെ ഉള്ളിൽ ചെയ്തു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കാട്ടിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് കൊങ്ങിണിക്കാടും കമ്മ്യൂണിസ്റ്റ് അപ്പയും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കുങ്കിയാനകളുടെ പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതിന് കൃത്യമായ രൂപത്തിലുള്ള മയക്കുവെടി വെക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ലഭിക്കാത്തത് കൊണ്ടാണ് മയക്കുവെടി വെക്കാൻ ബുദ്ധിമുട്ടായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തികച്ചും നമുക്കറിയാം പോസിറ്റീവായ രീതിയിൽ ഫോറസ്റ്റും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ 4-5 ദിവസമായി കഠിനാധ്വാനത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യമെന്ന് നമുക്ക് കാണാനുള്ളത്. നാളെയും ഇത് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയും നമുക്ക് ഈ കർണാടകത്തിന്റെ വനത്തിന്റെ ബോർഡർ പ്രദേശമാണ്, തൊട്ടടുത്തുള്ള അതിർത്തി പ്രദേശം ബാവലിക്കാട് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് കർണാടകത്തിലെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉദ്യമം എന്താകുമെന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ജനങ്ങളിൽ ഏറ്റവും വലിയ ആശങ്ക ഈ ആന രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിലേക്ക് കടന്നു കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും വരുമോ എന്ന് പറയുന്ന ആശങ്കയാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചില നാട്ടുകാർ, ചില ഭാഗത്തുനിന്ന്, ചില ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ അതിന് ഈ ഫോറസ്റ്റുകാരുടെ നിഷേധാത്മക സമീപനമാണ് ഇതിനെ പിടിക്കാൻ പറ്റാത്തത് എന്നുള്ള നിലയിലേക്കുള്ള ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളും കാണുന്നതായി നമ്മൾ കാണുന്നുണ്ട്. തികച്ചും നമുക്കറിയാം അതിൽ നിന്നും വ്യത്യസ്തമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യതയോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് ഇതിന് മയക്കുവെടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവുമായി ആലോചിച്ച് മുമ്പോട്ട് പോകും. ഒരിക്കൽ കൂടി ശ്രീ PV ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ PV ബാലകൃഷ്ണൻ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റപ്പെട്ട രീതിക്കെങ്കിലും നേരിയ തോതിലുള്ള പ്രതിഷേധ സ്വരങ്ങളൊക്കെയും ഉയരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ ഈ 4-5 ദിവസമായുള്ള ഈ ഒരു കഷ്ടപ്പാടൊക്കെയും കണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുറഞ്ഞപക്ഷം ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെയും ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ഉൾക്കാട്ടിലേക്ക് ഇറങ്ങി അക്ഷീണം പ്രവർത്തിക്കുന്ന ഈ ഒരു രീതി, ഇതിനെ അല്പം കൂടി കാര്യമായി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രായോഗിക വശം കുറച്ചുകൂടി കാര്യമായി ജനങ്ങൾ കരുതേണ്ടതുണ്ട് എന്നൊരു തോന്നലുണ്ട്.
തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ലയിലെ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ഏകദേശം കഴിഞ്ഞ കുറെ വർഷങ്ങളോളമായി ഏതാണ്ട് 95ഓളം ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ മരണപ്പെടുകയുണ്ടായി. നിരവധി പേർക്ക് വലിയ രൂപത്തിലുള്ള ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ഒരു വലിയ പ്രയാസത്തിൽ ജീവിക്കുന്ന ആളുകളും നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. കൃത്യമായ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നമുക്ക് തടയപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു. രാത്രികാലങ്ങളിൽ കൃത്യമായി നമുക്ക് എവിടെയും ധൈര്യമായി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന വലിയ ആശങ്ക പൊതുജനങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ അതിന് വളരെ പെട്ടെന്ന് ഒരു പരിഹാരം വളരെ പെട്ടെന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ലെങ്കിലും നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ വനം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൂടി ചേർന്നുകൊണ്ട് ഈ വലിയ ഒരു പ്രയാസത്തെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് നമ്മൾ പ്രധാനമായും നമ്മൾ എടുക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്ത് ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഒരു കൃഷിയും കൃത്യമായി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നെൽവയലുകൾ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല. മറ്റ് നാണ്യവിളകൾ വാഴ പോലുള്ള കൃഷി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വലിയ രൂപത്തിലുള്ള പ്രയാസം തന്നെയാണ് ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ളത്. നമുക്കറിയാം, കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ വയനാടിന്റെ ഫോറസ്റ്റും അതുപോലെ തന്നെ കർണാടകത്തിന്റെ ഫോറസ്റ്റും തൊട്ട് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനം കർണാടകമായതുകൊണ്ട് കർണാടകത്തിലെ എല്ലാ വന്യമൃഗങ്ങളും നമുക്ക് നേരിട്ട് വയനാട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയിൽ കാടും നാടും വേർതിരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര പ്രാധാന്യത്തോടു കൂടി കരിങ്കൽ ഭിത്തി പണിത് അതിന്റെ മുകളിൽ ഷോക്ക് ഫെൻസിംഗ് അടക്കം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ഇത്തരം വന്യജീവികളെ അവരെ കാട്ടിൽ നിന്നും അവരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജിതമായ ശ്രമം നടത്താൻ എല്ലാവരും കൂട്ടി യോജിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നന്ദി ശ്രീ പി.വി. ബാലകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ സി.കെ. ശശീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ശ്രീ സി.കെ. ശശീന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ ഇടപെടലുകൾക്ക് കാര്യമായ പരിമിതികൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ നിയമ സംവിധാനങ്ങളിലൊക്കെ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരേണ്ടുന്നതിൻ്റെ ഒരു അനിവാര്യത, അതിലേറ്റവും കൃത്യമായി മുന്നോട്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വയ്ക്കുന്നത് കേരളം കൂടിയാണ് എന്നതും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള പരിഷ്കാരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൃത്യമായി നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ കൂടിയാണ്. തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സംയോജിതമായ ഇടപെടലുകൾ വലിയ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഈ വന്യമൃഗശല്യം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വേണം. ഗവൺമെന്റ് തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് താൻ. കേരളത്തിലെ ഗവൺമെന്റ് 1670 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന 620 കോടി രൂപയുടെ ഒരു പദ്ധതി, കാടും നാടും നമ്മൾ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം വേർതിരിക്കൽ മാത്രമല്ല, വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം, വനം നല്ലതുപോലെ സംരക്ഷിക്കപ്പെടണം. ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നില സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ വർഷമാണ് സമർപ്പിച്ചിരുന്നത്. അതിനോട് വേണ്ടത്ര പരിഗണന കേന്ദ്ര ഗവൺമെന്റ് നൽകിയില്ല. കേരളം കേന്ദ്ര അവഗണനയ്ക്കെതിരായി നടത്തിയിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരള വനംവകുപ്പ് മന്ത്രി വീണ്ടും കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കണ്ട് ഒരിക്കൽ കൂടി അത് സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു അനുകൂലമായ നിലപാട് വേണം. മറ്റൊന്ന്, വന്യമൃഗങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ പെരുകിയിരിക്കുകയാണ്. വയനാട്ടിലെ കാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അധികരിച്ചിരിക്കുകയാണ്. അങ്ങനെ അധികരിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെ എങ്ങനെയാണ് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി കഴിയുക? ചീറ്റപ്പുലിയെ പ്രധാനമന്ത്രി തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചല്ലോ. അതേപോലെ മാറ്റിപ്പാർപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുക? അതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റ് അനുവാദം വേണം. മറ്റൊന്ന്, സഫാരി പാർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി കേരളത്തിലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോൾ തളിപ്പറമ്പിലെ നാടുകാണിയിലും പെരുവണ്ണാമൂഴിയിലും സഫാരി പാർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് വന്യമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവിടെ സുരക്ഷിതമായി താമസിപ്പിക്കുകയും അതൊരു വരുമാനമാക്കി മാറ്റുകയും ചെയ്യാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഒരു അനുകൂലമായ നിലപാട് നമുക്ക് അനിവാര്യമാണ്. ആ നിലപാട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം 2-3 സംസ്ഥാനങ്ങൾ നമ്മളുടെ പ്രശ്നം എന്ന നിലയ്ക്ക് കേന്ദ്രവും കൂടി ഇടപെട്ടിരുന്നുവെങ്കിൽ കുറേയും കൂടി എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു. തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന ജില്ലകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്ന നിലക്ക്. മറ്റൊന്ന്, പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് എത്ര പ്രാവശ്യമായി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു? ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നേ ഇല്ല. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോകാനുഭവങ്ങൾ എന്താണെന്ന് കൂടി കേന്ദ്രം പഠിക്കാൻ വേണ്ടി തയ്യാറാവും. ലോകത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ എണ്ണം
വൻതോതിൽ പെരുകുമ്പോൾ അതിനെ വേട്ടയാടി മനുഷ്യന് ഭക്ഷണമാക്കി ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. എണ്ണം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും അവർ നിരോധിക്കും. ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര വനംവകുപ്പ് അവിടുത്തെ കുരങ്ങുകളെ വെടിവെച്ച് കൊല്ലാനും വെടിവെച്ച് കൊന്നാൽ അതിന് വെടിവെച്ച് കൊല്ലുന്ന ആൾക്ക് 500 രൂപ പ്രതിഫലം കൊടുക്കുന്ന രീതിയിൽ തന്നെ ഉത്തരവിറക്കിയിരുന്നു. കുരങ്ങുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. പ്രത്യേകിച്ച് ആപ്പിൾ കൃഷിയെല്ലാം വൻതോതിൽ ബാധിച്ചപ്പോൾ ഹിമാചൽ പ്രദേശിലെല്ലാം വലിയ രീതിയിൽ ബാധിച്ചു. ഒരു സമയത്ത് നമ്മൾ ചെയ്തതാണത്. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന് അനുവദിക്കുന്നില്ല? അതാണ് വിഷയം. ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്, ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം പന്നിയുടെ ആക്രമണം കൊണ്ട് കൃഷി മാത്രമല്ല, സുൽത്താൻ ബത്തേരി നഗരസഭ കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന നഗരസഭയാണ്. ആ നഗരസഭയെ അങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായിരുന്ന CK സഹദേവൻ. കഴിഞ്ഞ 1.5 വർഷമായി അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇനി അങ്ങനെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അറിയാനും കഴിയില്ല. മാത്രം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ കാലോചിതമായ നിയമ വിഷയത്തിലുള്ള ആ ഒരു പരിഷ്കാരങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ ടുഡേയ്സ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നതും. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി.